കൂടി വേഗം വരുന്ന കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. മാറ്റമില്ലാത്ത ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഇന്ന് പ്രകാരം കടന്നുപോകാം. നമുക്കറിയാം, ഡിസംബർ മാസം 21-ാം തീയതിയാണ് ഈ ഞായറാഴ്ച. 25-ാം തീയതി വ്യാഴാഴ്ച ലോകമെമ്പാടും കാത്തിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന, നക്ഷത്രങ്ങൾ തൂങ്ങിയിരിക്കുന്ന, അതുമാത്രമല്ല ക്രിസ്മസ് ട്രീകളുടെ അലങ്കാരങ്ങൾ, അതിന്റെ എല്ലാം ഒരു പൂർത്തീകരണ ദിവസമായ 25 യേശുവിന്റെ ജനന ദിവസമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് പ്രകാരം ഈ പള്ളിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അടുത്ത ദിവസം വരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ആധാരമായി ലോകത്തിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ക്രിസ്മസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് പഠിച്ചാൽ ഒരു വ്യത്യാസവുമില്ല. മതം ഏതാകട്ടെ, വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ, അവര് പോകുന്ന മതവിശ്വാസ സ്ഥാപനങ്ങൾ ഏതോ എങ്ങനെയുള്ളതോ ആകട്ടെ, ഈ ഒരു വ്യത്യാസമില്ലാതെ എവിടെ നോക്കിയാലും നമ്മള് പൊതുവിലായി കാണുന്ന ഒന്ന് നക്ഷത്രമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ നക്ഷത്രം ഇതേപോലെ ലോകത്തിൽ പ്രസിദ്ധമായി തീരുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആകാശത്ത് കാണുന്നത് കൊണ്ടല്ല, യേശുവിന്റെ പിറന്ന ആ സ്ഥലത്തേക്ക് അത് സഞ്ചരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്ര മണ്ഡലങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങൾ ഒരിക്കലും സഞ്ചരിക്കാറില്ല. അത് ശാശ്വതമായി, സ്ഥിരമായി അവിടെ എന്നേക്കുമായി നിൽക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ കാണുന്ന നക്ഷത്രം അതങ്ങനെ നിൽക്കുന്നതല്ല, അത് യാത്ര ചെയ്യുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ സഞ്ചാരപാതയിലേക്ക് നമ്മൾ ഏവരും ഇന്നുകാലം അണിചേരണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വചന ചിന്തയിലേക്ക് കടന്നുപോവുകയാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 24-ാം അധ്യായം, പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 24-17, ഞാൻ അവനെ കാണും, എന്നാൽ ഇപ്പോൾ അല്ല, ഞാൻ അവനെ ദർശിക്കും, എന്നാൽ അടുത്തല്ല, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും ദേശത്തിന്റെ പുത്രന്മാരെയെല്ലാം സംഹരിക്കുകയും ചെയ്യും. പ്രിയ ദൈവമകളെ, ഇതാണ് ക്രിസ്മസ് നാളിൽ ലോകത്തിൽ ഉദിച്ച നക്ഷത്രത്തെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനം. യേശു ജനിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തന്റെ മക്കൾക്ക് നൽകിയ പ്രത്യേക മോശ എന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആ മനുഷ്യന് നൽകിയ ഒരു പ്രവചനമാണ് സംഖ്യാപുസ്തകം 24-17. എന്നാൽ അടുത്തല്ല, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ അന്നുണ്ടായിരുന്ന യഹൂദന്മാര്
ആ നക്ഷത്രത്തെ ഉദിക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ അതിനെ കാണുവാൻ കാത്തിരുന്നു. യവനന്മാർ, ജ്ഞാനികളായ യവനന്മാർ ആ നക്ഷത്രത്തെ കുറിച്ച് അവർ പ്രതീക്ഷിച്ചു. അതിനായി അവർ കാത്തിരുന്നു. റോമക്കാർ അവരെ കാത്തിരുന്നു. അന്ന് ലോകത്തിന്റെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന 3 ജനവിഭാഗം എന്ന് പറയുന്നത് യഹൂദ വിശ്വാസമുള്ള യഹൂദന്മാരാണ്. രണ്ടാമത് തത്വജ്ഞാനം, അറിവ്, പാണ്ഡിത്യമുള്ള ഗ്രീക്കുകാരാണ്. മൂന്നാമത് ജാതീയ ആചാരാനുഷ്ഠാന വിശ്വാസം, ലോകത്തിൽ ഭരണത്തിന്റെ സ്ഥിതിയിൽ ഇരിക്കുന്ന ആ ഒരവസ്ഥയിലുള്ള റോമക്കാരാണ്. ഈ 3 കൂട്ടരും ഒരുമിച്ച് കാത്തിരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ ഒരു താരകൻ, ഞങ്ങളുടെ ഒരു മോചകൻ, ഞങ്ങളുടെ ഒരു പ്രയാസം, ഞങ്ങളുടെ ഒരു വഴികാട്ടി വരുമെന്നാണല്ലോ അവരുടെ ഈ ചിന്ത. ആ ചിന്തയുടെ പൂർത്തീകരണമായി ഡിസംബർ മാസം 25-ാം തീയതി നമ്മൾ ഇന്ന് ലോകത്തിൽ അറിയുന്ന കേൾക്കുന്ന ആ ഒരു ദിവസം സംഭവിച്ചു എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു ജനിച്ച കർത്താവായ യേശുവിനെ ഒരു സ്ഥലത്ത് കിടത്തിയിരിക്കുകയാണ്. ആ കിടത്തിയിരുന്ന യേശുവിനെ കാണാനായിട്ടാണ് ആര് വന്നത്? ഇന്നത്തെ നമ്മുടെ അറിവിലുള്ള പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ, ആ ഇറാനിൽ നിന്നാണ് വാന നിരീക്ഷകർ യേശു ജനിച്ചു കിടന്ന സ്ഥലത്തേക്ക് വന്നത്. അവർക്കറിയത്തില്ല, അവർ ഈ പ്രവചനത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇതെവിടെയാണെന്ന് അവർക്ക് അറിയത്തില്ല. ആ സ്ഥലം അവർക്ക് അറിയുവാൻ അവരുടെ മുന്നേ ഇവർ വിദ്വാൻമാരായിട്ടും ജ്ഞാനികളായിട്ടും അറിവുള്ളവരായിട്ടും പണ്ഡിതന്മാരായിട്ടും, അപ്പൊ നമുക്കറിയാം അവരെ കുറിച്ച് പറയുന്നത് വൈസ്, അവര് ജ്ഞാനികളാണ്, വിവേകികളാണ്. അപ്പൊ അവരെക്കാൾ അറിവുള്ളവരാരെങ്കിലും ഉണ്ടോ? പക്ഷേ അവരെയും അവരുടെ അറിവ് പൂർത്തീകരിക്കുന്ന ആ സ്ഥലത്തെ കാഴ്ചയിലേക്ക് നടത്തുവാൻ ഒരു നക്ഷത്രം ആവശ്യമായിരുന്നു. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ നക്ഷത്രത്തെ കുറിച്ച് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 2-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെ പറയുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? അവന്റെ നക്ഷത്രം. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രകാരം ഞാൻ കർത്താവിന്റെ നാമത്തെ ഓർപ്പിക്കട്ടെ, നമ്മൾ കാണുന്ന ഒരു നക്ഷത്രം, പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ കാണുന്ന ഒരു നക്ഷത്രം, അത് അവന്റെ നക്ഷത്രമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ഇവിടെ ഇരുന്ന കഴിഞ്ഞ വർഷത്തെ ഒരു നക്ഷത്രമാണ്. ഇതിനെ കത്തിക്കാമെന്ന് നോക്കിയിട്ട് കത്തുന്ന ഒരു അവസ്ഥ കണ്ടില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ സ്റ്റാറിനെ നിങ്ങൾ നോക്കിയാൽ ഇതിന് എത്ര മൂലകൾ ഉണ്ട്? 7 കോർണേഴ്സ് ഉണ്ട്, അല്ലേ? 7 മൂലകളാണുള്ളത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പണ്ഡിതന്മാര് പറയുന്നത് യേശു ക്രിസ്തുവിനെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട് വിദ്വാൻമാര് നയിച്ചതായ ആ നക്ഷത്രത്തിന് 14 മൂലകൾ ഉണ്ടെന്നാണ് വേദപണ്ഡിതന്മാര് അനുമാനിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പൊ 14 വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, സാധാരണ നമ്മൾ പറയത്തില്ലെങ്കിൽ മറ്റുള്ളവർ പറയും 2 ലോകം, അല്ലേ?
ആ 2 ലോകമെന്ന് പറയുമ്പോൾ അവരെ സങ്കല്പിക്കുന്നത് 14ആണ്. 7, 7, 14. അപ്പം 2 ലോകത്തിലും ഒരാൾ മാത്രമേ രക്ഷയ്ക്ക് കാരണഭൂതനായുള്ളൂ. അത് കർത്താവായ യേശുവാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിനെ കിടത്തിയിരിക്കുന്ന സ്ഥലം വരെ സഞ്ചരിച്ചു. പ്രിയ ദൈവമക്കളെ, അത് സഞ്ചരിക്കുന്ന നക്ഷത്രമായിരുന്നു. ഇതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പെർഷ്യയിൽ നിന്ന് ബേത്ലഹേം വരെ ഈ വിദ്വാൻമാര് എങ്ങനെ വന്നു എന്ന് നമ്മൾ അറിയണം. അവർ നടന്നു വന്നു കാണും എന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അല്ലാതെ അവരുടെ യാത്രാ മുറകളെ കുറിച്ചൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അന്ന് ഒട്ടവും കഴുതിയും ഒക്കെ സഞ്ചാരങ്ങളായി ഉണ്ടായിരുന്നു. എങ്കിലും അവര് അങ്ങനെ എന്തിന്റെങ്കിലും മുകളിൽ കയറി യാത്ര ചെയ്തതായി നമുക്ക് ഒരിക്കലുമായ തെളിവുമില്ല. എന്താണെങ്കിലും അവര് ആ നക്ഷത്രത്തിന്റെ ഉടമസ്ഥരെ കാണുവാനായി തീരുമാനിച്ചു. അവിടെ നിന്ന് നടന്നു. അവർ എവിടെ വരെ എത്തി? ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവാൻ നിങ്ങൾ അവനെ കണ്ടെത്തിയാൽ ഞാൻ ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് എന്നെ വിവരം അറിയിക്കുവിൻ എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഹെരോദ രാജാവ് പറയാണ്. പക്ഷേ പ്രിയ ദൈവമക്കളെ, അതിനകത്ത് രസമുണ്ട്. അതിന്റെ ബന്ധനവാക്യം, ഹെരോദാവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അവർ മറ്റൊരു വഴിയിലൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കണ്ടോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു ജീവിത ദർശനമാണ് ഈ നക്ഷത്രത്തിന്റെ ദർശനം. അവരെ യേശുവിന്റെ അടുക്കൽ ചെന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ 9-ാം വാക്യം, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്കേണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു. കണ്ടോ? യേശുവിനെ കിടത്തിയിരുന്ന ആ സ്ഥലത്തിന് തൊട്ടു മീതെ നക്ഷത്രം വന്നു നിന്നു. ഇവർക്ക് മനസ്സിലായി ഈ നക്ഷത്രത്തിന് താഴെയാണ് യേശുവിനെ കിടത്തിയിരിക്കുന്നത്. അവരവിടെ ചെന്നു. എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ നമുക്ക് ഒരു 6 കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു. ഞാൻ ഈ 6 കാര്യം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചു ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അവർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു 6 പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ വീട്ടിലേക്ക് ചെന്നു. യേശുവിനെ അവർ കണ്ടു. അത് മാത്രമല്ല, കുഞ്ഞായ യേശുവിനെ അമ്മയോടുകൂടെ കണ്ടു. അതിനുശേഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. They fell down, they worshiped him. അവർ താണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തു വീണു അവനെ നമസ്കരിച്ചു എന്നതാണ്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളോട് നമ്മൾ ചെയ്യുന്നില്ല. പല വഴികളിലും ആൾക്കാർ ചെന്ന് എന്ത് ചെയ്യും? മുട്ടിന്മേൽ നിന്ന് വണങ്ങുന്നതിന്റെയൊക്കെ സാരങ്ങളാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അമ്മയോടുകൂടെ ചെറിയ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ മറിയാമിനെയും ഇവിടെ മറിയാമിൽ നിന്ന് ജനിച്ച ആ കുഞ്ഞിനെയും ഇവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലൗകിക ലോകപ്രകാരം ഇവർ എത്രയോ ഉന്നതരാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഒരു രാജ്യത്ത് ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുമ്പോൾ അവർ വളരെ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ്. അതേപോലെ ഇവർ അത്രയും ഉന്നതമായ ലോകപ്രകാരമുള്ള സ്ഥാനത്ത് ആയിരുന്നിട്ടും അവർ ഈ കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് വീണ് ആ കുഞ്ഞിനെ നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ,
ക്രിസ്മസ് നാളിൽ ബേത്ലഹേമിൽ യേശു ജനിച്ചു. ആ യേശു എത്രയോ വലിയവനാണ്. അങ്ങനെ അതുകൊണ്ടാണ് യഹൂദന്മാർ കാത്തിരുന്നത്, യവനന്മാർ കാത്തിരുന്നത്, റോമക്കാർ കാത്തിരുന്നത്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നു. അവൻ എത്രയോ വലിയവനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുമാത്രമല്ല നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്, they have opened their treasury. നമുക്കറിയാം, നമ്മൾ ഈ ട്രഷറി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം വന്നിരിക്കുന്ന ശമ്പളത്തിന്റെ സ്റ്റോർ റൂമാണ് സാധാരണ പറയുന്ന ട്രഷറി, അല്ലേ? പലപ്പോഴും താൽക്കാലികമായ 1-2 ദിവസത്തേക്കൊക്കെ ട്രഷറി അടച്ചിടുന്ന സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ നാട്ടിലുമുണ്ട്. അപ്പം നമ്മൾ ഈ വാക്കിന്റെ വിലയാണ് മനസ്സിലാക്കേണ്ടത്. അവര് തങ്ങളുടെ ട്രഷറി തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണപ്പെട്ടി, പണസഞ്ചി, നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ മണി പേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ ട്രഷറി അവർ തുറന്നു. പ്രിയ ദൈവമക്കളെ, അതിനുശേഷം അവർ ദാനം ചെയ്തു എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 3 കൂട്ടം കാര്യങ്ങൾ അവന്റെ പ്രശസ്തയ്ക്കും പ്രകീർത്തനത്തിനും മഹിമയ്ക്കും മാന്യതയ്ക്കും തക്കവണ്ണം അവർ കൊണ്ടാണ് വന്നത്. അവരുടെ ട്രഷറിയില്, നമ്മുടെ നാട്ടിലെ ട്രഷറിയിലെ പോലെ ഇന്ത്യൻ കറൻസി ഇല്ലായിരുന്നു, ഇസ്രായേൽ കറൻസി ഒന്നും ഇല്ലായിരുന്നു. ആദ്യമുണ്ടായിരുന്ന ഒന്നാമത്തെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സ്വർണം. അവർ നിക്ഷേപങ്ങൾ തുറന്നു, പൊന്ന് അവന് കാഴ്ചവെച്ചു. വിദ്വാൻമാര് ബൈബിളിൽ പറഞ്ഞതും കേട്ടതും ചോദിക്കപ്പെട്ടതുമായി ചോദ്യമുണ്ടോ? യഹൂദന്മാരുടെ രാജ്യമായി പിറന്നവരോട് യേശു രാജാവായതുകൊണ്ട് രാജാവിന് നൽകുന്ന കാഴ്ചദ്രവ്യമാണ് പൊന്ന്. ദൈവമക്കളെ, ഒരേ ഒരു സമാധാനത്തിന്റെ രാജാവേ ലോകത്തിനുള്ളൂ, അത് യഥാർത്ഥ യേശുവാണ്. രണ്ടാമത്, ആ ട്രഷറിയിൽ നിന്ന് ഫ്രാങ്കിൻസൻസ്, നമുക്കറിയാം അത് കുന്തുരുക്കമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ കുന്തുരുക്കം യേശുവിന് കാഴ്ചയായി നൽകി. യേശു മഹാപുരോഹിതനാണ് എന്നതിന്റെ തെളിവായി രാജാവിന് പൊന്ന് കാഴ്ചവെക്കും, പുരോഹിതന് മൂരി കാഴ്ചവെക്കും, അവസാനമായി മീറ കാഴ്ചവെച്ചു. അത് പ്രവാചകനുള്ള കാഴ്ചദ്രവ്യമാണ്. ഓർത്തേക്കണം, ഇവരുടെ കയ്യിൽ ഒരു ട്രഷറി ഉണ്ടായിരുന്നു. ആ ട്രഷറിയിൽ 3 കൂട്ട കാര്യം. ഒന്ന് സ്വർണം, രണ്ടാമത് എന്താണ് രണ്ടാമത് പൊന്ന്, മൂര്, മൂന്നാമത് എന്താണ് കുന്തിരുക്കം, അല്ലെ? 3 കാര്യങ്ങളാണ് ഇവരുടെ ട്രഷറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ പോയി കാണുന്ന വ്യക്തി രാജാവാണ്, പുരോഹിതനാണ്, പ്രവാചകനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ യേശുവിനേക്കാൾ വലിയവരാരുമില്ല. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ലോകം ഉയർത്തുന്ന ഈ യേശുവിനേക്കാൾ വലിയവരാരുമില്ല. എന്നാൽ അലങ്കാരമായി ഒരു സ്ഥലത്തും ഓരോ വീടുകളിലും പൊന്ന്, മൂല, കുന്തിരിക്കം ഇത് പ്രദർശിപ്പിക്കുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് അവരെ നയിച്ച നക്ഷത്രം, ആ നക്ഷത്രം വീടുകളിൽ തൂക്കുകയാണ് ക്രിസ്തുമസ് നാളുകളിൽ. അതുപോലെ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ നക്ഷത്രത്തെ നോക്കിയാൽ ഈ നക്ഷത്രം പ്രകാശമുള്ളതായിരുന്നു, നിശ്ചലമല്ലായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ ദൈവം വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു. പകൽ വാഴുവാൻ വലിപ്പമേറിയ വെളിച്ചമായ സൂര്യൻ, രാത്രി വാഴുവാൻ വലിപ്പമേറിയ വെളിച്ചമായ ചന്ദ്രൻ.
അതിനുശേഷം നമ്മൾ ബഹുവചനത്തിലാണ് കാണുന്നത്. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, പിന്നെ എത്രയുണ്ട്? എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രം. ആകാശത്ത് നോക്കുമ്പോൾ ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, എണ്ണാൻ കഴിയാത്ത നക്ഷത്രങ്ങൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ സൂര്യൻ ഇത് കർത്താവായ യേശുവാണെന്ന് മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ ചന്ദ്രൻ കർത്താവായ യേശുവിന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണെന്ന് ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. ഈ നക്ഷത്രങ്ങൾ നമ്മളാണെന്ന് ഫിലിപ്പിയർ 2:5 പറയുന്നു. ഒരു ഭാഗത്ത് സൂര്യൻ, മറുഭാഗത്ത് ചന്ദ്രൻ, മറുഭാഗത്ത് നക്ഷത്രങ്ങൾ. അതുകൊണ്ട് കടകളിൽ കാണുമ്പോൾ, വഴിയിൽ കാണുമ്പോൾ, വീടുകളിൽ കാണുമ്പോൾ, പള്ളികളിൽ കാണുമ്പോൾ, നമ്മുടെ സ്വന്തം വീട്ടിൽ കാണുമ്പോൾ നമ്മൾ അറിയണം, ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ നക്ഷത്രമാണ്. അത് മാത്രമല്ല, ഐ ആം ഷൈനി സ്റ്റാർ, ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം എത്രയോ ആധികാരികമായിട്ടാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമുണ്ട്. ദാനിയേലിന്റെ പ്രവചന പുസ്തകമാണ്. ആ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. ഇനി അതിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചാൽ, നീ അവസാനം വരെ ഉറടെ പോയിക്കൊള്ള, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റു വരും. ദാനിയേൽ 12-ാം അധ്യായം 3-ാം വാക്യം, എന്നാൽ ജ്ഞാനികൾ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നതിലേക്ക് പ്രകാശിക്കും. ദൈവമക്കളെ, നമ്മളെ നക്ഷത്രങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ പ്രകാശിക്കണം, നമ്മൾ സഞ്ചരിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ ആ സഞ്ചാരം ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ പ്രകാശമുള്ള നക്ഷത്രങ്ങളായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വലിപ്പമേറിയ ഒരു വെളിച്ചമായ സൂര്യൻ, വലിപ്പമേറിയ രണ്ടാമത്തെ ഒരു വെളിച്ചമായ ചന്ദ്രൻ, എണ്ണിയാലും എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ. ഇത് മൂന്നും പ്രകാശമുള്ളതാണ്. എന്നാൽ വാത്സല്യമുള്ള ദൈവമക്കളെ, സൂര്യൻ അതിന്റെ തേജസ്സിൽ, ചന്ദ്രൻ അതിന്റെ തേജസ്സിൽ നിൽക്കുമ്പോൾ നക്ഷത്രങ്ങൾക്ക് എല്ലാത്തിനും ഒരേപോലെയുള്ള തേജസ് അല്ല എന്ന് കാണും. നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ചില നക്ഷത്രം ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, ചിലതിന്റെ പ്രകാശം കുറവായിരിക്കും, ചിലതിന്റെ പ്രകാശം കൂടുതലായിരിക്കും. ബൈബിളിൽ ഇതെന്താണെന്ന് ഇതിനൊരു തെളിവുണ്ട്. 1 Corinthians 15:41 വാക്യം, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. ആമേൻ. 1 Corinthians 15:41 വാക്യം. പ്രിയ ദൈവമക്കളെ, ഈ പള്ളിയിൽ ഇരിക്കുന്ന ദൈവമക്കള് എല്ലാ നക്ഷത്രങ്ങളാണ്. എല്ലാ നക്ഷത്രങ്ങളും ഒന്നുപോലെയല്ല. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. 1 Corinthians 15:41 പറയുമ്പോൾ, ഒരു ദൈവാലയത്തിൽ, ഒരു പള്ളിയിൽ, ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് കൂടുന്ന വിശ്വാസികൾ എല്ലാവരും ഒന്നുപോലെയല്ല. ചിലരുടെ കഴിവ് മറ്റുള്ളവരുടെ കഴിവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ചിലരുടെ പ്രഭ മറ്റുള്ളവരുടെ പ്രഭയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും.
പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ ആരെയും കുറ്റം പറയാതെ, എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല, ചിലർ നന്നായിട്ട് പാടും. നക്ഷത്രവും തമ്മിൽ ശോഭയിൽ വ്യത്യാസമുണ്ട്. പാടുന്നയാൾ പാടാത്തയാളെ നിലവാരം കുറഞ്ഞു കാണാനോ, പാടുന്നയാളെ നിലവാരം കൂട്ടിക്കാണുവാനോ വേദപുസ്തകത്തിൽ ഒരു മാനദണ്ഡവുമില്ല. നമ്മളെല്ലാം നക്ഷത്രങ്ങളാണെന്നാൽ നമ്മുടെ ശോഭയിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ? അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു വീട്ടിൽ 5 പേരുണ്ട്, 10 പേരുണ്ട് പിള്ളേർ, എല്ലാവരും പഠിച്ച് ഒരേപോലെ ആകാൻ പ്രയാസമാണ്. അവരുടെ എല്ലാ ശോഭകൾ വ്യത്യസ്തമാണ്, അവരുടെ കഴിവുകൾ വ്യത്യാസമാണ്, അവരുടെ പ്രഭകൾ വ്യത്യാസമാണ്. അതുകൊണ്ട് അവൻ പഠിച്ച് വലിയവനായി നീ എന്നെ മണ്ടനായിരിക്കുന്നു ഒരിക്കലും മക്കളോട് ചോദിക്കരുത്. എല്ലാവരുടെയും ശോഭ ഒന്നുപോലെയല്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ ഈ ലോകം നിലനിൽക്കത്തുള്ളൂ. ഒരു സഭയിൽ എല്ലാവരും ഉണ്ടെങ്കിലേ ആ സഭ നിലനിൽക്കത്തുള്ളൂ. എല്ലാവരും പ്രസംഗന്മാരാണെങ്കിൽ കേൾക്കാൻ ആരെങ്കിലും കാണുമോ? എല്ലാവരും കേൾവിക്കാരാണെങ്കിൽ ആർക്കെങ്കിലും പ്രസംഗിക്കാതിരിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതിന്റെ അപകടതയും നമ്മൾ അറിയണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു വീട്ടിലും ഒരു സമൂഹത്തിലും ഒരു പള്ളിയിലും ഒത്തിരി പേര് ഒഴിച്ചു കൂടുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ വിഭിന്നമാണ്, അവരുടെ കഴിവുകൾ വിഭിന്നമാണ്, അവരുടെ പ്രഭകൾ വിഭിന്നമാണ്. നമ്മളെല്ലാം നക്ഷത്രങ്ങളാണ്. നക്ഷത്രവും തമ്മിൽ ശോഭയിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഏറ്റവും വലിയ വെളിച്ചമായി ദൈവം ഒന്നാമത് സൃഷ്ടിച്ച വെളിച്ചം എന്ന് പറയുന്ന സൂര്യനെങ്കിൽ, രണ്ടാമത്തെ വെളിച്ചം നക്ഷത്രമെങ്കിൽ, മൂന്നാമത്തെ വെളിച്ചങ്ങൾ പ്രിയ ദൈവമക്കളെ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ അത് നക്ഷത്രങ്ങളാകിയാൽ സൂര്യൻ കർത്താവായ യേശുവിനെയും ചന്ദ്രൻ തന്റെ സഭയെയും നക്ഷത്രങ്ങൾ ആ സഭയിലുള്ള ദൈവമക്കളെയും പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ പ്രകാശമുള്ള പ്രഭയുള്ള നല്ല നക്ഷത്രങ്ങളായി ഈ 2025 അവസാന നാളുകളിൽ നല്ലൊരു പ്രകാശ അനുഭവമായി മുന്നോട്ട് പോയാൽ 26 നമ്മളിലുള്ള പ്രകാശം കുറച്ചുകൂടെ ലോകത്തിന് ഉപകരിക്കപ്പെടുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.